Dear students, very good morning one. Accounting for management എന്ന സിലബസിൽ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ടൈപ്സ് ഓഫ് റേഷ്യൂസ് ആണ്. നമ്മൾ ലിക്വിഡിറ്റി പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് ടേം റേഷ്യൂസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ദെൻ ലീവറേജ് റേഷ്യൂസ് ഓർ സോൾവൻസി റേഷ്യോ എന്നാണ്. അപ്പം നമുക്കറിയാം സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലാബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സോൾവ് ചെയ്ത് പോവുകയാണ്. അപ്പം അത് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതാണ് സോൾവൻസി റേഷ്യോസ് ഫൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞത്. അതായത് ഒരു ഫേമിന് ലോങ് ടേം ആയിട്ടുള്ള ലാബിലിറ്റി ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യലാണ് സോൾവൻസി റേഷ്യോ അഥവാ ലീവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫേംസ് കപ്പാസിറ്റി ടു ഓവർകം ദ ഔട്ട്സൈഡേഴ്സ് ലാബിലിറ്റി ഓർ ലോങ് ടേം ലാബിലിറ്റീസ്. ഒരു ഫോമിന് ഉണ്ടാവുന്ന ലോങ് ടേം ആയിട്ടുള്ള ലാബിലിറ്റീസ് ഓവർകം ചെയ്യാം. അത് ഇന്റേണൽ ആവാം, എക്സ്റ്റേണൽ ആവാം. ഓവർകം ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് സോൾവൻസി റേഷ്യോസ് ഫൈൻഡ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു structural leverage ratio or coverage leverage ratios. Then structural leverage ratio again classified into debt equity ratio, total asset to debt ratio, proprietary ratio, fixed assets ratio and capital gearing ratio. Okay, then debt equity ratio, total asset to debt ratio, proprietary ratio, fixed assets ratio, capital gearing ratio. Then how to calculate debt equity ratio? ഇവിടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡേഴ്സിനോടുള്ള ലാബിലിറ്റിയാണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. സോ ഹൗ ടു കാൽക്കുലേറ്റ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ? Total debts divided by total equity. So easily find out. Then total debts divided by total equity. ആ ഒരു ഇവന്റ് യൂട്ടിലൈസ് ചെയ്ത്, അതായത് ഔട്ട്സൈഡേഴ്സിനോടുള്ള ലാബിലിറ്റിയും ഇന്റേണൽ ആയിട്ടുള്ള ലാബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇതിന്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ലാബിലിറ്റി 1 ആണ്, അതുപോലെ ഇന്റേണൽ ആയിട്ടുള്ള ലാബിലിറ്റിയും 1 ആണ്. 1:1 ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ടോട്ടൽ അസറ്റ് ടു ഡെറ്റ് റേഷ്യോ. ടോട്ടൽ അസറ്റ്സ് ടു ഡെറ്റ് റേഷ്യോ. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെറ്റ്സ്. ക്ലിയർ? ടോട്ടൽ അസറ്റ് എത്രമാത്രം ഉണ്ടോ ഇത്രയും അസറ്റ്, അതായത് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ആ ഫേമിന് ഫിക്സഡ് അസറ്റ്സ് ഉണ്ടാവും, കറണ്ട് അസറ്റ്സ് ഉണ്ടാവും. അതിനെയാണ് ടോട്ടൽ അസറ്റ്സ് എന്ന് പറയാം. ഈ ടോട്ടൽ അസറ്റ് കളക്ട് ചെയ്യുന്നതിന്, പർച്ചേസ് ചെയ്യുന്നതിന് ഏത് തരത്തിലുള്ള ഡെറ്റ്സ് ആണ് വന്നു ചേർന്നിട്ടുള്ളത്? ഷോർട്ട് ടേം ഡെറ്റ്സ് ഉണ്ടാവാം, ലോങ് ടേം ഡെറ്റ്സ് ഉണ്ടാവാം. ഓക്കെ, സോ ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെറ്റ്സ്. ആ ഡെറ്റ്സ് എന്ന് പറയുന്നത് ലോങ് ടേം ഉണ്ടാവാം, ഷോർട്ട് ടേം ഉണ്ടാവാം. അസറ്റ്സിന്റെ കേസിൽ ഫിക്സഡ് അസറ്റ്സ് ഉണ്ടാവാം, കറണ്ട് അസറ്റ്സും ഉണ്ടാവാം. ടോട്ടൽ അസറ്റ് ടു ഡെറ്റ് റേഷ്യോസിന് സ്റ്റാൻഡേർഡ് ഡിറ്റർമിൻ ചെയ്തിട്ടില്ല. നോ സ്റ്റാൻഡേർഡ് ഡിറ്റർമിൻഡ്. പ്രൊപ്രൈറ്ററി റേഷ്യോ ഓർ ഇക്വിറ്റി റേഷ്യോ, ദെൻ നെറ്റ്വർത്ത് റേഷ്യോ. ദാറ്റ് മീൻസ് ഒരു ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്രൈറ്റർക്ക് അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റിയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. സോ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. പ്രൊപ്രൈറ്റേഴ്സിന്റെ ഫണ്ട് എത്രയാണോ ഉള്ളത് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്, അത് തമ്മിലുള്ള റേഷ്യോസ്, അതായത് അവരുടെ ഫണ്ട് എത്രമാത്രം യൂസ് ചെയ്തിട്ടാണ് ഫിക്സഡ് അസറ്റ്സ് അക്വയർ ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് റേറ്റ് 0.5:1. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഫിക്സഡ് അസറ്റ്സ് റേഷ്യോ. ഫിക്സഡ് അസറ്റ്സ് റേഷ്യോ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ദെൻ ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫിനാൻസ് ഓർ ലോങ് ടേം ഫണ്ട്. അപ്പോൾ ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഷോർട്ട് ടേം ഫണ്ട് നമുക്ക് ഒരിക്കലും എന്തല്ല ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്
യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഫിക്സഡ് അസറ്റ്സ് എത്രയാണോ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് ഡിവൈഡഡ് ബൈ ദെൻ ലോങ് ടേം ഫണ്ട്സ്. അപ്പോൾ ഫിക്സഡ് അസറ്റ്സ് ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ കഴിച്ചിട്ട് ബാക്കി ഫിക്സഡ് അസറ്റ്സിന്റെ വോളിയം എത്രയാണോ ഉള്ളത് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്. അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക, ഫിക്സഡ് അസറ്റ്സ് റേഷ്യോ കണ്ടുപിടിക്കുക. അതിന്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 1:1 ആണ്. ഹിയർ capital gearing ratios, then how to calculate or how to find out capital gearing ratio. Then fixed income bearing funds divided by equity shareholders fund. Fixed income bearing funds, അതായത് ഒരു ഫിക്സഡ് ഇൻകം നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുള്ളത് ഏത് രീതിയിലാണ്, ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അവിടെ ഡിബഞ്ചേഴ്സ് ഉണ്ടായിരിക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ലോങ് ടേം ആയിട്ട് മോർഗേജ് ലോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട്, ഡിബഞ്ചേഴ്സിന്റെ ഫണ്ട്, മോർഗേജ് ലോൺസിന്റെ ഫണ്ട്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എത്രമാത്രം ഉണ്ടായി എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, then second part coverage ratios ആണ്. അപ്പോൾ കവറേജ് റേഷ്യൂസ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യൂസ് ഉണ്ട്, ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് കൊടുക്കണം. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡിവിഡൻഡും ഷെയർ ഹോൾഡർമാർക്ക് ഇൻട്രസ്റ്റിന്റെ കേസ് ഡിബഞ്ചറിനും ലോണിന്റെ പേരിലുമാണ് ചാർജ് ചെയ്യുക. ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഡിവിഡൻഡിന്റെ കേസിൽ അതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ എഫക്ട് ചെയ്യുന്നതാണ്. ഇത്രയും ഇവന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ആണ് എഫക്ട് ചെയ്യുന്നത്, ഇത്രയും ഇവന്റ് ബാലൻസ് ഷീറ്റിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ടോട്ടൽ ഇക്വിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡെറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. ഓക്കെ, ദെൻ ഇവിടെ ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെറ്റേഴ്സ്. ദെൻ പ്രൊപ്രൈറ്ററി റേഷ്യോ, അതുപോലെ ഫിക്സഡ് അസറ്റ്സ് റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ഇതൊക്കെ ബാലൻസ് ഷീറ്റിലുള്ള ഇവന്റിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്നു എന്നുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ദെൻ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആൻഡ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. നമ്മൾ പറഞ്ഞു ഫണ്ട് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഡിബഞ്ചറിന്റെ കേസിലൊക്കെ ആണെങ്കിൽ റെഗുലർ ആയിട്ട് പാർട്ടീസിന് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഫൈൻഡ് ചെയ്യുക? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് ടാക്സ് പേയ്മെന്റും ഇൻട്രസ്റ്റും കൊടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. That is the formula for calculate interest coverage ratio. Okay. The next part, dividend coverage ratio. Then how to calculate dividend coverage ratio? Earnings after tax divided by preference dividend. Earnings after tax divided by preference dividend. That is dividend coverage ratio. Okay. അപ്പോൾ ടാക്സ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഏർണിങ്സ് എന്താണോ ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്. Then profit before interest and tax divided by interest for interest coverage ratios. Is it clear? Thank you.